ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കാൻ പോണത്. എന്നെ സംബന്ധിച്ച് എനിക്ക് വെറൈറ്റി ആയിട്ടുള്ളതാണ്, പക്ഷെ കാരണം നിങ്ങൾക്കത് വെറൈറ്റി ആയിരിക്കും. നിങ്ങൾ കണ്ടുകൊണ്ട് കുറേ മടുത്ത സാധനമായിരിക്കും. ഇപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും കുറച്ച് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സാധനമാണ് ചാർക്കോൾ മാസ്ക്. അതിനെ അപ്പോൾ നമ്മളത് ട്രൈ ചെയ്യാൻ പോകാം കേട്ടോ. സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് മറ്റേ ചിരട്ടയൊക്കെ കത്തിച്ചിട്ട് നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതാണ്. നാച്ചുറലായിട്ട് ഉണ്ടാക്കുക ആളൊക്കെ സീനാണ്. അവിടെ തിന്നാനുള്ളതൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ കുറച്ച് സീനാണ്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വേറെ മേടിച്ചിട്ടുണ്ട്. മറ്റേ ഗ്ലാമികങ്ങൊക്കെ കണ്ടാൽ എന്നെ ഏറിലിടും, ഇതാണോ നിൻ്റെ വെറൈറ്റി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. അതിന് മുന്നേ മുടി ഒന്ന് സെറ്റാക്കട്ടെ. മുടി ആദ്യം ഒന്ന് ഒതുക്കി ഇത് ഏട്ടന് മുടി കൊടുക്കാം കേട്ടോ. ഏട്ടൻ അറിഞ്ഞാൽ ഗോവിന്ദ മുടി ഒന്ന് സെറ്റാക്കി ആക്കട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് ചാർക്കോൾ മാസ്ക് ഒരു ബൗളിൽ പകുതി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയാണ് ഞാൻ വിചാരിച്ചാൽ എന്നാൽ പിന്നെ കുറച്ച് വീഡിയോ നമുക്കെടുത്ത് സെറ്റാക്കാമെന്ന്. പണ്ടാരാണെങ്കിൽ വീണില്ല. ചെറിയ പേടിയുണ്ട് മുഖത്ത്, പിന്നെ വേറെ വല്ല സീനാവുമോ എന്നുള്ളത്. പിന്നെ എല്ലാം പരീക്ഷിക്കാനുള്ളതല്ലേ. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ അതൊന്നും നക്കാനൊക്കെ തോന്നുന്നുണ്ട്. ടേസ്റ്റുള്ള സാധനം പോലെയൊക്കെ. എനിക്ക് മറ്റേ ജാമ് പോലെയൊക്കെ ഓർമ്മയില്ല. അവിടെ തേച്ച് സെറ്റാക്കി നോക്കട്ടെ. നല്ല സെറ്റ് സ്മെല്ലാട്ടോ. ഇതിങ്ങനെയാണ് തേക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഇനി അത് കണ്ടിട്ട് പലരും ഏറിലിടാൻ വരും, മെസ്സേജ് അയക്കാൻ, ഇതിൻ്റെ തേങ്ങ കാട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇത് ഫുള്ള് ഇട്ടിട്ട് ലാസ്റ്റ് വരാം കേട്ടോ. ഫുള്ള് ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് വരാം. ഗൈസ്, ഫൈനൽ ലുക്ക്. അത്യാവശ്യം എല്ലാ ഭാഗവും ഹെയർ ഇല്ലാത്ത അത്യാവശ്യം എല്ലാ ഭാഗവും ഫില്ലാക്കിയിട്ടുണ്ട്. ചാർലി തിന്നാൻ കൊടുക്കാത്തതിൻ്റെ കരച്ചിലാണ് കേൾക്കുന്നത്. പിന്നെ ഇത് ഉണങ്ങാൻ എങ്ങനെ ഒരു 15-20 മിനിറ്റ് എങ്കിലും എടുക്കും. ആ ഒരു ടൈമിൽ നമുക്ക് ഉള്ളിവട, കട്ടൻ ചായ. ഇതിനിടെ ഞാൻ പോയിട്ട് കുറേ യൂട്യൂബിൽ റിവ്യൂ ഒക്കെ നോക്കിട്ടോ. റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ എല്ലാവരും നല്ല സൂപ്പറായിട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ മാസ്ക് അങ്ങോട്ട് റിമൂവ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ കരച്ചിലുണ്ട്. സാമി അത് കേൾക്കാൻ വയ്യ. എല്ലാം സെറ്റായിക്കാണ്ട് ലാസ്റ്റാണ് ഞാൻ റിവ്യൂ നോക്കിയത്. ഫസ്റ്റ് റിവ്യൂ നോക്കിയാൽ മതി. ഇപ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ അടിക്കുന്നുണ്ട്. ഫുള്ളും ചൊറിച്ചിൽ, മൊത്തത്തിൽ ഭയങ്കര ചൊറിച്ചിൽ. ചാർലി, അമ്മ ചാർലിക്ക് തിന്നാൻ കൊടുക്ക്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യണം വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഒരു 15 മിനിറ്റ് റെഡി ആയി നോക്കട്ടെ. അതുവരെ പോയിട്ട് വിശക്കുണ്ടോ എല്ലാം തിന്നാൻ നോക്കട്ടെ. ഗൈസ്, ഇപ്പോൾ തോന്നുന്ന പറ്റണ നല്ല പണിക്കും പോയാൽ മതിയായിരുന്നു. ഓ, എന്തൊരു ഭയങ്കര ഇറിറ്റേഷൻ. ഒരുമാതിരി ഇവിടെ ചൊറിയുന്നുണ്ട്, ഇവിടെ ചൊറിയുന്നുണ്ട്, ഇവിടെയൊക്കെ ചൊറിയുന്നുണ്ട്. ഈ കൈ ഇങ്ങനെ വെച്ച് നല്ല മാന്തി എടുക്കണം എന്നുണ്ട്. പക്ഷെ പറ്റൂലല്ലോ, പൈസ കൊടുത്ത് വാങ്ങിയ സാധനം വെറുതെ നശിപ്പിക്കാൻ പറ്റൂലല്ലോ. മുടിയിൽ തേച്ചാൽ മതിയൊന്നുമില്ലേ, മുടി കുറച്ച് കളറെടുക്കും. എന്താ ചെയ്യുക, വെറുതെ വേണ്ടാത്ത പണിക്ക് നിന്ന്. പുറത്തിറങ്ങിയപ്പോൾ ഗോവിന്ദ കളിയാക്കി കൊല്ലും അവിടെ നിന്ന്. അതുവരെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ ഇത് അങ്ങനെ ഉണങ്ങി പോവുമല്ലോ, ഉണങ്ങി പോയാൽ മതി. ഇതിപ്പോൾ ഞാൻ ഒരു 15-20 മിനിറ്റ് എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ 3/4 മണിക്കൂറായിട്ട് ഈ വണ്ടാറ് ഉണങ്ങണം. ഞാൻ കാണില്ല. ഇവിടെ ഈ മൂടിൽ മാത്രമേ കുറച്ച് ഉണങ്ങിയിട്ടുള്ളൂ, ബാക്കി ഫുള്ളും അതുപോലെ തന്നെ ഉണ്ട്. എന്താവോ എന്തോ, ഫുള്ളും ഭയങ്കര ഇറിറ്റേഷൻ. ടാനൊക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷെ ടാന് പോയിട്ട് ഇറച്ചി മൊത്തത്തിൽ വരും തോന്നുന്നുണ്ട്. ഇതിൽ അടക്കമല്ല സാധനം. അപ്പോഴും എന്നോട് പറഞ്ഞു ഇത് വാങ്ങണ്ട, ഇനി നിനക്ക് ആപത്താണ് എന്നുള്ളത്. ഹൈ ക്വാളിറ്റി ഫേഷ്യൽ മാസ്ക് ഉണ്ടയാണ്. വൈറ്റമിൻ ഇ, ബി എന്തൊക്കെയൊക്കെ ഉണ്ട്. അല്ല, ഫുള്ളായിട്ട് ഫുള്ളാവണതിന് മുന്നേ നമ്മൾ റിവ്യൂ അങ്ങനെ ബാഡ് റിവ്യൂ ഇടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് കൂടുതൽ ഞാനൊന്നും പറയണില്ല. എന്നാലും അടിപൊളിയായിരിക്കില്ലേ. വൈറ്റമിൻ ഇയും ബിയും എല്ലാം പണ്ടാരം അടങ്ങിയിട്ടുണ്ട്. ഒലീവ് വിത്ത് ചാർക്കോൾ. ചാർക്കോളിൻ്റെ നല്ലതാണെന്ന് കേട്ടോ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ പറഞ്ഞത്. പക്ഷെ എനിക്കൊന്നും ഭയങ്കര ഇറിറ്റേഷൻ അടിക്കുന്നുണ്ട്. ഇനി ജന്മം ഉണ്ടെങ്കിൽ ഞാൻ ഈ സാധനം തൊടൂല, മതിയായി. ഓ, ഭയങ്കര ചൊറിച്ചൽ. കുളിക്കണം, അടിയുണ്ട് കുളിക്കാനൊക്കെ. പിന്നെ ലാബെന്ന് വന്നതല്ലേ, ലാബെന്ന് വന്നാൽ കുളിക്കാണ്ട് കട്ടിൽ കയറ്റൂല അമ്മ. അപ്പോൾ പിന്നെ നമ്മൾ കുളിക്കണം. നല്ല പാട്ടൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ട്
സാധനം തേക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ വേണ്ട, കോപ്പറേറ്റ് അടിച്ചാലോ. എനിക്ക് മുമ്പൊരു ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ. ആ ചാനൽ എങ്ങനെയൊക്കെയോ അടിച്ചു പോയി. പലരുടെയും പ്രാക്കായിരിക്കും. കുറെ ആൾക്കാരുണ്ടല്ലോ അപ്പുറത്ത് നിന്നിട്ട് കളിയാക്കാനും മറ്റേതിനും മറിച്ചതിനും പറഞ്ഞിട്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ തുടങ്ങിയ ടൈം കേട്ടോ. കുറെ ആൾക്കാർ ഇതെന്ത് വീഡിയോ നീ ഇടണ, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് കുറെ കളിയാക്കാൻ വരും. പക്ഷേ കഴിഞ്ഞ ദിവസം അതേ ആൾക്കാർ ഇട്ട് എന്നോട് പറഞ്ഞു 2 വർഷം മുന്നേ ആയിട്ട് ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോസ് ഇടാം. അപ്പോൾ എന്താണ് ഇൻസ്റ്റാഗ്രാം, എങ്ങനെയാണ് വീഡിയോസ് ഇടാം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ തുടങ്ങിയ ഒരു ടൈമാണല്ലോ. ആ ഒരു ഇതിൽ ഞാൻ എന്തൊക്കെയോ പണ്ടാരം കിട്ടിട്ട് കൂട്ടി എൻ്റെ ഇൻസ്റ്റയിൽ. പക്ഷെ അതൊക്കെ കൂട്ടിയ ടൈമിൽ എടാ ഇങ്ങനെയല്ല വീഡിയോ ചെയ്യേണ്ടത്, ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരണം. അങ്ങനെ പറഞ്ഞു തന്നില്ല. എൻ്റെ മുന്നിൽ നിന്ന് നല്ല ചിരിച്ചിട്ട് ആ വീഡിയോ അടിപൊളിയാണ്, ആനയാണ്, തേങ്ങയാണ്, ചക്കയാണ്, മാങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് കളിയാക്കല കുറച്ച് ആൾക്കാർ. പിന്നെ എൻ്റെ മുന്നിൽ ഡയറക്റ്റ് വന്നിട്ട് കുറേ ആൾക്കാർ പറഞ്ഞു എന്ത് വീഡിയോ ഇടണേ, നിനക്ക് കാര്യമുണ്ടോ, വേറെ വല്ല പഠിക്കും പോയിക്കൂടെ എന്നൊക്കെ. അതേ ആൾക്കാർ എന്നോട് കൺഗ്രാജുലേഷൻസ് 10K ഒക്കെ അടിപൊളി, അങ്ങനെ ഇങ്ങനെ. അതാണ് കുറേ പേര് പുറകുനിന്ന് കുത്തും, പക്ഷെ അതേ ആൾക്കാർ നമുക്ക് കൈയടിക്കാനുണ്ടാവും. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ വന്നിട്ടോ, ഇന്ത്യൻ ചാനൽ തുടങ്ങുന്ന കാര്യമില്ല അങ്ങനെ ഇങ്ങനെ. പക്ഷേ വാശിയാണ്, എങ്ങനെയൊക്കെ പെട്ടെന്ന് കുറച്ച് സബ്സ്ക്രൈബൊക്കെ കൂട്ടണം. ഇങ്ങനെ കുറേ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. 10,000 ഫോളോവേഴ്സ് കയറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രഹസനം കാട്ടി കൂട്ടിയിട്ട് ലാസ്റ്റ് ഗോവിന്ദടിച്ചിരിക്കേണ്ടി തോന്നുന്നു. ഈ ചാനലും കൂടി പോയാൽ ഇൻഷാ അള്ളാ പോകാണ്ട് നല്ല പോലെ സെറ്റാക്കി നിൽക്കട്ടെ. പെട്ടെന്ന് മറ്റേ ഈ സാധനമൊക്കെ വരണം, എന്തായാലും പറയാ മറ്റേ ഈ സാധനല്ലേ പ്ലേ ബട്ടണൊക്കെ വരണം. പ്ലേ ബട്ടണൊക്കെ വന്നിട്ട് വേണം എനിക്ക് ചുമരിൽ ഇങ്ങനെ വെച്ച് സെറ്റാക്കാൻ. പിന്നെ നമ്മുടെ ബിഗ് ഡ്രീം ഉണ്ട്. ഞാൻ 8 വർഷമായിട്ട് കാണുന്ന ഒരു ബിഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. പിന്നെ അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാമൊക്കെ തുടങ്ങിയിട്ടുള്ളത്. കുറേ ആക്റ്റീവാണ്. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലുള്ള കുറേ ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട് കേട്ടോ. എനിക്ക് കുറേ മെസ്സേജ് ഇതുപോലെ വരുന്നുണ്ട്. ഇങ്ങനെ മറ്റേ BSc MLT ആണോ DMLT ആണോ നല്ലത്, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സാലറി എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതെനിക്കുള്ളൊരു കണ്ടൻറ്റാണ്. ആ കണ്ടൻറ്റ് ഞാൻ ഇതിൽ പറയണില്ല. അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ ചാനൽ എൻ്റെ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, എന്നാലേ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അല്ലാണ്ട് വെറുതെ നിങ്ങൾ ക്ലാസ് എടുത്ത് പറഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ നമുക്ക് ഒരു പരിധി ഉണ്ട്. 2 മിനിറ്റ് അല്ലെങ്കിൽ 2.5 മിനിറ്റ് ഒക്കെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് അതിൽ അങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷേ യൂട്യൂബ് ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റുഡൻസിന് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ള രീതിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇടാമെന്ന് തോന്നി. അപ്പോൾ അത് അടുത്ത കണ്ടന്റ് ആക്കിയിട്ട് ഞാൻ എന്തായാലും ഇടാം. പിന്നെ അതുമല്ല ഇടുന്നതിന് മുന്നേ ഞാൻ ഇട്ട് കിടന്നിട്ട് ചിലക്കണതിന് മുന്നേ ഞാൻ പറയണത് ശരിയാണോ എന്നുള്ളത് നോക്കണം. അപ്പോൾ സ്ക്രിപ്റ്റ് പകുതി റെഡി ആക്കി വെച്ചിട്ടുണ്ട്, അതായത് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന രീതിക്ക്. പിന്നെ എനിക്ക് 3 കുട്ടികൾ മെസ്സേജ് ചെയ്തിരുന്നേ, മറ്റേ സെമി മെഷീനിലും പിന്നെ അതിന് ഫുള്ളി മെഷീനിലൊക്കെ ചെയ്തിട്ടുള്ളതാണോ, ഇത് തമ്മിൽ എങ്ങനെ ഡിഫറെൻ്റ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ MLT പഠിച്ചു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് നമ്മൾ ട്രെയിനിങ്ങിന് കയറുള്ളൂ. അങ്ങനെ ട്രെയിനിങ്ങിന് കയറുകയാണെന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളത് ഫുള്ളി മെഷീനുള്ള സ്ഥലത്തേക്ക് കയറണ്ട. നിങ്ങളൊന്നും പഠിക്കൂല. അതായത് പകുതി വർക്കും ചെയ്യുന്നത് മെഷീൻസാണ്. നമ്മൾ ജസ്റ്റ് ചെയ്യുന്നത് സാമ്പിൾ എടുക്കുക, സെൻട്രിഫ്യൂജ് ചെയ്യുക, ക്ലോട്ട് ഉണ്ടോ നോക്കുക. ക്ലോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ അടിക്കുക. കിഡ്നി ടെസ്റ്റ് ആണെങ്കിൽ കിഡ്നി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ RFT, പിന്നെ ലിവർ ടെസ്റ്റ് ആണെങ്കിൽ LFT, പിന്നെ ഷുഗർ FBS, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക, മെഷീനിൽ സാമ്പിൾ കയറ്റുക. ഇത്രേ ഉള്ളൂ. ബാക്കി എല്ലാം ചെയ്ത് അതിന് പക്കാ ക്ലിയർ ആക്കിയിട്ട് മെഷീൻ നമുക്ക് റിപ്പോർട്ട് തരും. പിന്നെ നമ്മൾ QC വെച്ചിട്ട് QC കണക്കാക്കിയിട്ട് നമ്മൾ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഔട്ട് ചെയ്യാം. അപ്പോൾ ഈ QC കറക്റ്റ് ആണോ, റിപ്പോർട്ട് കറക്റ്റ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ നോക്കുള്ളൂ. പക്ഷെ അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, ഇതെങ്ങനെ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ എർബേൻ്റെ സെമി മിഷനൊക്കെ ചെയ്യുന്ന ലാബുകളുണ്ട്. അങ്ങനത്തെ ലാബ് കയറുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ കാണുന്നവർ കുറച്ച് കണ്ടോട്ടെ, എന്നാലല്ലേ എനിക്ക് കുറച്ചും കൂടി ലോങ് വീഡിയോ ആയിട്ട് കണ്ടാലൊക്കെ കിട്ടുള്ളൂ എന്ന് വിചാരിച്ച് പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. തുരുതുരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് വരുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ട്രെയിനിങ് കയറുമ്പോൾ നമ്മൾ എന്തായാലും ലാബും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമല്ലോ. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മിസ്സുമാരെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഓരോ ലാബിലേക്ക് നമുക്ക് ഇങ്ങനെ ആക്കി തരും. പക്ഷേ ആക്കി തരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ചോദിക്കുക അവിടെ സെമി മിഷൻ ആണോ ഫുള്ളി മിഷൻ ആണോ എന്നുള്ളത് ചോദിക്കുക. നമ്മൾ പൈസ കൊടുത്തിട്ടാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ കോളേജിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞൊന്നും വരാം കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇതുപോലെ സെമി മിഷനാണോ ഫുള്ളി മിഷനാണോ എന്ന് ചോദിക്കാൻ. ഞാൻ ചോദിപ്പിച്ചതാട്ടോ. അതായത് ഞാൻ പഠിച്ചിറങ്ങിയ ടൈമിൽ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചു ഏത് ലാബിൽ കയറണം കുറച്ചുകൂടി ബെറ്റർ എന്ന്. അപ്പോൾ അവർക്ക് ഞാൻ ഇതേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. സെമി മിഷൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, ആ ഉള്ള ലാബിൽ കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കോളേജിലത്തെ സാറിനോട് മിസ്സിനോട് ചോദിക്കുന്ന പറഞ്ഞപ്പോൾ ഈ സ്റ്റുഡൻസ് പോയിട്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ കൊടുത്ത മറുപടി നടന്നത് ഞങ്ങൾ പ്ലേസ്മെൻറ്റ് ആക്കി തരും, എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പോവുക, കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തലതാഴ്ത്തി തരാൻ നിൽക്കണ്ട. നമ്മുടെ പൈസയാണ്, നമ്മൾ പൈസ കൊടുത്തിട്ടാണ് കോളേജിൽ പഠിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്.
അപ്പോൾ ഇന്ന കോളേജിലാക്കി തരിക, അവർ ഓൾറെഡി പ്ലേസ്മെൻറ്റ് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ഇത് ലാബിലോ ഹോസ്പിറ്റലോ ആക്കി തന്നിട്ട് കാര്യമില്ല. നമുക്ക് പഠിക്കാം, നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവണം പഠിച്ചിറങ്ങുമ്പോൾ, അല്ലാണ്ട് വെറുതെ പഠിച്ചിറങ്ങിയിട്ട് കാര്യമില്ല. ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളവിടെ ഏത് മെഷീനാണ് ഉപയോഗിക്കാമെന്ന് ചോദിക്കുമ്പോൾ ഫുള്ളി മെഷീനാണ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ടൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കില്ല. അത് BSc MLT ആണ് DMLT ഞാൻ അനുഭവിച്ചോട്ടോ. ഞാൻ 2-3 ഇൻ്റർവ്യൂവിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ളത് നീ ഫുള്ളി മെഷീനാണോ സെമി മെഷീനാണോ എന്ന്. ആ ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ചിട്ടുണ്ട്. ഫുള്ളി മെഷീനും സെമി മെഷീനും നമ്മൾ എന്താ വ്യത്യാസം എനിക്കറിയില്ല. ഞാൻ ട്രെയിനിങ്ങിന് ഡയറക്റ്റ് കയറിയത് ഫുള്ളി മെഷീനുള്ള സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നേ. അപ്പോൾ ഇവിടെ പോയിട്ട് എനിക്കെന്താ ഷുഗറും കൊളസ്ട്രോളും ചെയ്യുക, അത്രേ ഉള്ളൂ. വേറെ കാര്യം ബ്ലഡ് എടുക്കുക, വേറൊരു കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ ശേഷം ഒരു സ്ഥലത്തേക്ക് സ്റ്റാഫായിട്ട് കയറുന്ന ആ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻ്റർവ്യൂവിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. എങ്ങനെയാണ് ഷുഗർ ചെയ്യുക, എങ്ങനെയാണ് കൊളസ്ട്രോൾ ചെയ്യുക, ഇതിൻ്റെ റിയേജൻ്റ് എന്താ, ഇതിൻ്റെ അളവ് എത്രയാണ്, പിന്നെ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസ് ഏതാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഓരോരുത്തർ എൻ്റെ സീനിയേഴ്സും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അവർ ഓരോ സ്ഥലത്ത് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവരെനിക്ക് പറഞ്ഞു തന്നു ഇങ്ങനെയൊക്കെയാണ് മെഷീൻ, അങ്ങനെ ഇങ്ങനെ. ആ പറഞ്ഞ ബേസ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് ഒരു സ്ഥലത്ത് ജോലി കിട്ടി. ആ ജോലി സ്ഥലമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് ജോലിയൊക്കെ കിട്ടി. അവിടെ പോയി നല്ല സൂപ്പറായിട്ട് എനിക്ക് കുറേ വർക്കുകളും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. അങ്ങനെ ഞാൻ തൃശ്ശൂർ സുധർമ്മയ്ക്ക് പോയി. അത് ആ പേര് എന്തായാലും ഞാൻ എടുത്തു പറയും. തൃശ്ശൂർ സുധർമ്മയ്ക്ക് പോയി. സുധർമ്മയ്ക്ക് പോയപ്പോൾ ശരിക്കും ഞാൻ ഒരു ടെക്നീഷ്യൻ ആയത്, പഠിച്ചിറങ്ങിയ ടെക്നീഷ്യൻ ആയി എന്ന് പറയുകയാണെങ്കിൽ തൃശ്ശൂർ സുധർമ്മ ലാബ് പോയപ്പോഴാണ്. കാരണം അവിടെ പോയപ്പോഴാണ് എങ്ങനെയാണ് ഒരു ടെക്നീഷ്യൻ റിസൾട്ട് കൊടുക്കുന്നതെന്നുള്ളത് ഞാൻ പഠിച്ചത്. അങ്ങനെയാണ് ട്രെയിനിങ് പീരീഡിൽ ഞാൻ കൂടുതലായിട്ട് ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ബ്ലഡ് എടുക്കാനും പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായില്ല. 1 ഇയർ ഞാൻ നിന്നുണ്ടെങ്കിലും അതിലൊരു 50% ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി 50% അവിടെ ഫുൾ വേസ്റ്റായി. അപ്പോൾ ആ സ്ഥലം നിന്നത് വേസ്റ്റ് എന്നല്ല പറയുന്നത്, അവിടെ അടിപൊളിയായിരുന്നു. അവിടെ എനിക്ക് കുറേ ജെന്യൂനായിട്ടുള്ള കുറേ ആൾക്കാർ എനിക്ക് കിട്ടിയിട്ടും എൻ്റെ കൂടെ ഇന്നും എൻ്റെ കൂടെ സപ്പോർട്ടായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ എനിക്ക് കോഴിക്കോട് നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തലേക്ക് കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ കയറ്റി തന്ന കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. അതായത് വർക്ക് എന്താണ്, ലാബ് ടെക്നീഷ്യൻ എന്താണ്, ഇന്നതാണ് നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് അവിടെയുള്ള ആളാണ്. അപ്പോൾ അവിടെ എനിക്ക് കുറേ കാര്യങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പഠിപ്പിച്ച് തന്നത് ഞാൻ എടുത്ത് പറയും, റെയിനും തത്തി ലിൻഡാവി, ഈ 2 പേരാണ് എനിക്ക് അവിടെ പഠിപ്പിച്ചു തന്നെ കേട്ടോ. ലാബിൻ്റെ കുറേ കാര്യങ്ങൾ, ഷുഗർ എങ്ങനെ ചെയ്യാം, കൊളസ്ട്രോൾ എങ്ങനെ ചെയ്യാം, R1 ഇത്രയാണ്, R2 ഇത്രയാണ്, ഇന്നത് കൂടി ഇന്നതാണ്, ഇന്നത് കുറഞ്ഞാൽ ഇങ്ങനെയാണ്. പിന്നെ ഹെമറ്റോളജി മെയിനിൽ പഠിപ്പിച്ചത് എനിക്ക് മനീഷ് കേട്ടോ. പിന്നെ ഞാൻ ഒരു വട്ടം ഞാൻ എക്സ്റേ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് എക്സ്റേ എടുത്ത് പേഷ്യൻസ് നമ്മൾ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. കാരണം നമ്മളങ്ങനെ ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ്. എനിക്ക് എക്സ്റേ എടുത്തിട്ട് ആ റിപ്പോർട്ട് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റില്ല. അതിന് എക്സ്റേ ടെക്നീഷ്യൻ തന്നെ വേണം. പക്ഷെ അവിടെ നിന്ന് എനിക്ക് എക്സ്റേ എടുക്കാൻ പൂതിയായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ എക്സ്റേ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ എക്സ്പീരിയൻസ് എനിക്ക് അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ചില സാഹചര്യം കൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. പക്ഷെ അവിടെ വേറെ വൈബ് തന്നെ ഇരുന്നു കേട്ടോ. ഉറക്കും കാര്യമൊന്നും ഉണ്ടാവില്ല, അതൊക്കെ വേറെ കാര്യം. രാവിലെ നമ്മൾ 5 മണിക്ക് എണീക്കണം. ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചത് അവിടെ നിന്ന് കേട്ടോ. പുലർച്ചെ 5 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എണീക്കും. എന്നിട്ട് ഫുഡ് രാവിലത്തേക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കും. എന്നിട്ട് പിന്നെ 7 മണിയാകുമ്പോൾ ഡ്യൂട്ടിക്ക് കയറും. പിന്നെ ഒരു 2 മണിയാകുമ്പോൾ ഞാൻ പിന്നെ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ ശേഷം റൂമിലേക്ക് വരും. ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കും, പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കടന്നുറങ്ങിയിട്ട് 4 മണിയാകുമ്പോൾ ഞാൻ തിരിച്ച് റിട്ടേൺ ഡ്യൂട്ടിക്ക് കയറും. അങ്ങനെ 8 മണിയാണ് ലാബ്. പക്ഷേ കറക്റ്റ് ഒരു 7 മണി 7:50 ഒക്കെ ആകുമ്പോൾ കറക്റ്റ് CBCSR വരും. അറിയാലോ, CBCSR ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 1 hour ആവാണ്ട് നമുക്ക് റിപ്പോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8 മണി എന്നുള്ളത് ചിലപ്പോൾ 9 മണിയാവാം, ചിലപ്പോൾ 9:30. ഒരു വട്ടം 9:30 ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സീൻ എന്നൊക്കെ ഞാൻ എന്തോരം പ്രാഗിയിട്ടുണ്ടല്ലോ അവിടുത്തെ ആളുകളെ. ഇവർക്കൊന്നും വേറൊരു പണി ഈ ക്ലോസ് ആയ നേരത്ത് വരുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി കേട്ടോ. പേഷ്യൻസിനെ നമ്മളങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ കുറേ എക്സ്പീരിയൻസ് കൊണ്ട് കുറേ നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടോ. പിന്നെ കൂടുതൽ പറഞ്ഞ് ചളാക്കുന്നില്ല. എന്തായാലും വീഡിയോ കുറേ ഇങ്ങനെ നീണ്ടു പോയാൽ വൻ ഷോക്കായിരിക്കും. ഇത് തുടങ്ങിയാൽ നോക്കട്ടെ. ദൈവമേ, വരുന്നില്ലല്ലോ. കുറച്ചും കൂടെ എന്തായാലും ഉണങ്ങാനുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് ചൊറിയുന്നുണ്ട്, ഭയങ്കര ഫുൾ ഇറിറ്റേഷൻ തോന്നുന്നുണ്ട്. ഈ പണ്ടാറം തേക്കണ്ടായിരുന്നു എന്നുള്ളത് തോന്നാം. അപ്പോൾ തൃശ്ശൂരത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് നിർത്താൻ പറ്റില്ല. കാരണം കുറേ നല്ല നല്ല മെമ്മറി എനിക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു ഏട്ടനെ കിട്ടിയിട്ടുണ്ട്, ജിഷ്ണുവേട്ടൻ. എൻ്റെ ഉയ്യനാണ്. ഈ വീഡിയോ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ജിഷ്ണുവേട്ടൻ. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ. ജിഷ്ണുവേട്ടനോട് ഞാൻ എന്തൊക്കെ പറയുമ്പോൾ ജിഷ്ണുവേട്ടൻ ഭയങ്കര ഇറിറ്റേഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് പ്രഷർ കയറിയിട്ടുള്ള അവിടെ ചില ടൈമിൽ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ജിഷ്ണുവേട്ടൻ എൻ്റെ ഉയ്യനാണ് അറിയുമ്പോൾ ജിഷ്ണുവേട്ടൻ നീ എൻ്റെ തൈരാണെന്ന്. തൈര് എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ വിചാരിച്ചാൽ മതി, ചിന്തിച്ച് മനസ്സിലാക്കുക. തൈര് എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു വേർഡ് ഉണ്ട് കേട്ടോ. ജിഷ്ണുവേട്ടൻ എന്നോട് നീ പോടാ തൈര് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചീത്ത അറിയും. പക്ഷേ അവിടെ എന്നെ അനിയനെ പോലെ കൊണ്ട് നടന്നത് ജിഷ്ണുവേട്ടനാണ് കേട്ടോ.
അടിപൊളിയായിരുന്നു. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന്. പിന്നെ ജിഷ്ണുടെ അവിടെ നിന്ന് പകുതിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ എന്തു പറയാനാ, എപ്പോഴും എല്ലാവരും കൂടെ നിൽക്കണമെന്നൊന്നുമില്ല. പിന്നെ പകുതിയിൽ കുറേ ആൾക്കാർ ചതിച്ച് ഉമ്മിച്ച് പോണ കുറേ ആൾക്കാരുണ്ട്. അവർ നമ്മൾ കുറേ മനസ്സിലാക്കിയിട്ടുണ്ട്. ആളെ പേരൊന്നും ഞാൻ എടുത്ത് പറയില്ല, എന്തിനാ വെറുതെ. അപ്പോൾ അവർക്ക് അവരുടെ വഴി, എൻ്റെ വഴി. അതുകൊണ്ട് എന്തേ നല്ല നല്ല കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കൂടുതൽ നല്ല നല്ല ആൾക്കാരെ നമുക്ക് കിട്ടി. അങ്ങനെ കുറേ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് തലപ്പം പറയുകയാണെങ്കിൽ സെറ്റ്. ഒരു ടൈമിൽ എനിക്ക് ചേച്ചിമാരില്ല, എനിക്ക് ഏട്ടന്മാർ മാത്രമേ ഉള്ളൂ, 2 പേര്. ചേച്ചിമാരില്ല എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ കോഴിക്കോട് ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ പോകും. ലാബ് എന്താണ്, വർക്ക് എന്താണ്, ഒരു തേങ്ങ അറിയായിരുന്നു. കോഴിക്കോട് പോയപ്പോഴാണ് എനിക്കെൻ്റെ ചേച്ചിമാരെന്ന് പറയുന്ന ആ ഒരു ഫീല് കിട്ടിയതും എൻ്റെ സ്വന്തം അനിയനെ പോലെ കൊണ്ട് നടന്നത് കോഴിക്കോടുള്ള ആൾക്കാർ. അഞ്ചു ചേച്ചി, ചെറുതാത്ത, പിന്നെ പകുതിയായപ്പോൾ ഒരു പണ്ടാർത്തൻ എനിക്ക് കിട്ടി, പ്രഭുവൊക്കെ എൻ്റെ ഉയരാണ് കേട്ടോ. ജെഫ്ന എന്നാട്ടോ ആളെ പേര്. പിന്നെ പ്രഭു വിളിക്കും. മറ്റേ ആ ടൈമിൽ ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു റീല്. ഹേയ് പ്രഭു, ഹേയ് ശ്രീ എന്താ ഹരിരാമകൃഷ്ണ ജഗന്നാഥ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് റീൽ ചെയ്തല്ലോ. അങ്ങനെ ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ തുടങ്ങി. പിന്നെ ആള് കൊണ്ടോട്ടി ലാബിൽ നിന്ന് 1 വീക്കിലേക്ക് ഞങ്ങളുടെ ലാബിലേക്ക് നിൽക്കാൻ വേണ്ടി വന്നു. ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഴ്ചത്തേക്ക് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ആ ടൈമിൽ ഞങ്ങൾ നല്ല കമ്പനി. പക്ഷെ ഇപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം താത്താനെ പോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ കുറേ നല്ല നല്ല ആൾക്കാരുണ്ട്. പിന്നെ അടിപൊളി ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അങ്ങനെ കുറേ ആൾക്കാരെ എനിക്ക് കോഴിക്കോട് നിന്ന് കിട്ടിയിട്ടോ. അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ. കുറച്ചുകൂടി ജെന്യൂൻ ആയിട്ടുള്ള ആളുകൾ, സ്നേഹമുള്ള ആളുകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് കോഴിക്കോട് എന്ന് പറയുള്ളൂ. ബാക്കിയുള്ള സ്ഥലം അങ്ങനെ അല്ല എന്നല്ല, പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് കോഴിക്കോടാണ് അടിപൊളി. കോഴിക്കോട്, തൃശ്ശൂരും എല്ലാ സ്ഥലം അടിപൊളിയാണ്. പിന്നെ ഇനിയിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞ അടുത്ത സ്ഥലത്തിന് താഴ്ത്തി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വിളിക്കും, അതെന്താ നീ ഞങ്ങളുടെ സ്ഥലത്തിന് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്. അടിപൊളിയായിട്ട്. പിന്നെ എനിക്കൊരു വലിയ ഫാമിലി തന്നെ എനിക്ക് കോഴിക്കോടുണ്ട്. അങ്ങനെ ഒരു നല്ല നല്ല കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റൊക്കെ വീട് വിട്ട് പോകാൻ ഭയങ്കര ടെൻഷനും പേടിക്കുന്നു. അയ്യോ വീട് വിട്ട് പോകണം, ഞാനൊരു അമ്മക്കുട്ടിയാണ്, അമ്മേനെ വിട്ട് പോകണല്ലോ എന്നൊക്കെ. പക്ഷെ ആ ഒരു ടൈമിൽ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ കുറേ നല്ല നല്ല ഫാമിലീനെ കിട്ടി. അടിപൊളിയാണ്. കൂടുതൽ പറഞ്ഞിട്ട് ലാസ്റ്റ് അവരെ പൊക്കണില്ല, എന്തിനു വെറുതെ അവരൊക്കെ പൊക്കിയിട്ട് നമുക്ക് ഇത് വലിച്ചെടുക്കാൻ നോക്കാം. തമ്പുരാന് നല്ല വേദന ഉണ്ട് പോയി. പക്ഷെ ഇത് നല്ല സുഖമുണ്ട് കേട്ടോ. അമ്മ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ നല്ല രീതിയിൽ മറ്റേ വൈറ്റ് ഡെഡോ എന്താ ബ്ലാക്ക് ഡെഡോ എന്തോ സാധനം പറയല്ലോ, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ലേ. നമുക്ക് എന്തായാലും മൊത്തത്തിൽ റിമൂവ് ചെയ്യാം. വലിക്കുമ്പോൾ ഞാൻ വെച്ച് നല്ല വേദന ഉണ്ടാകും, പക്ഷെ ചില സ്ഥലത്ത് മാത്രമേ നല്ല വേദന ഉള്ളൂ. ഗായ്സ് ഫുഡ് ഉണങ്ങിയിട്ടില്ല ഗായ്സ്. എൻ്റെ ആക്രാന്തം കൊണ്ട് ആ കയ്യിലൊട്ടി ഗായ്സ്, കയ്യിലൊട്ടി. പക്ഷെ ചില ടൈമിൽ നക്കാനൊക്കെ തോന്നുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഗൈസ് ഇതൊന്ന് സെറ്റായി ഉണങ്ങിയിട്ട് ഞാൻ ഒന്നുകൂടി വരാം കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മുടെ മാസ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനിടയിൽ എനിക്ക് അറിയാലൊരു തൊരണ്ട്, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റെഡിയായോ നോക്കാൻ വേണ്ടിയിട്ട് പറിച്ച് ലാസ്റ്റ് ഇവിടത്തെയൊക്കെ ഞാൻ പറിച്ചാണ്, അതൊന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇതും കൂടി ഇങ്ങനെ പറിച്ചിങ്ങനെ വന്നപ്പോൾ വിചാരിച്ചു അയ്യോ വീഡിയോ എടുക്കാനുള്ളതാണ്, എല്ലാം കൂടി ഇപ്പോൾ തന്നെ പറിച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് പകുതിക്ക് പോകും. അപ്പോൾ പിന്നെ ഞാൻ റിംഗ് ലൈറ്റ് ഒക്കെ എടുത്ത് ക്യാമറ ഒക്കെ സെറ്റാക്കിയിട്ട് വന്നേക്കാം കേട്ടോ. ഞാൻ പുതിയ റിംഗ് ലൈറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ റിവ്യൂ എനിക്ക് ചെയ്യണം. കുറേ ദിവസമായി വീഡിയോ എടുത്ത് സെറ്റാക്കിയിട്ട് അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് കുറേ ദിവസമായി. പിന്നെ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണം. അപ്പോൾ പിന്നെ അതിലങ്ങോട്ട് വീഡിയോ അയച്ചിട്ട് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എനിക്ക് അപ്ലോഡ് ചെയ്യണം. അത് കണ്ടന്റ് ചാനലുള്ളത് അപ്ലോഡ് ചെയ്യാം എന്തായാലും. എന്തിൻ്റെ കേടായിരുന്നു, എന്തിൻ്റെ കുഴപ്പമായിരുന്നു പണ്ടോ. ഇനി ജന്മം ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങൂല. ഇനി ജന്മം ഉണ്ടെങ്കിൽ ഞാൻ ചാർക്കോളും ഒരു കണ്ടി ഞാൻ വാങ്ങൂല. ഐസ് നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ. സൗണ്ട് കേട്ടോ. ഇപ്പം എങ്ങനെ ഇരിക്കണ, ഇതാണ് നമ്മളെ വീട്ടിൽ അമ്മ മിക്സി ഉള്ളാക്കി. ഒരു ഭാഗത്ത് പണ്ടാറം പിടിച്ച ചാർലി, ഒരു ഭാഗത്ത് അമ്മ. ചാർലി ആണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് നേരത്തെ വീഡിയോ എടുത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല കുറച്ചുകൊണ്ടിരിക്കണ്ടേ. ഇപ്പൊ അവനൊന്ന് ഒതുങ്ങി, ഇപ്പൊ അമ്മ.
ഇതാ ഇതെന്തായാലും ആരോടും ഞാൻ ട്രൈ ചെയ്യാൻ പറയില്ല. പക്ഷെ നല്ല രീതിക്ക് സാധനമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അടിപൊളി മാസ്ക് എന്തായാലും അടിപൊളിയാണ്. പക്ഷെ ഈ ഒരു വേദന കേട്ടോ സഹിക്കാൻ പറ്റാത്ത. ഇൻസ്റ്റന്റ് മറ്റേ അതിൻ്റെ ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നെസ്സോ യൂട്യൂബേഴ്സ് ഒക്കെ മറ്റേ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഒക്കെ പറഞ്ഞിട്ടില്ലേ ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നെസ്, ആ തേങ്ങയൊക്കെ എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ സോപ്പിട്ട് കഴുകണ്ട, കുളിക്കണ്ട കേട്ടോ. ഇപ്പൊ സോപ്പിട്ട് കഴുകണ്ട, സാധനമൊക്കെ വരുന്നുണ്ട്. സുജമ്മ അത് കിട്ടുവാ, ഇടുവാ, എന്റെ യൂട്യൂബ് ചാനലിൽ ഒരു അംഗമാകോ, ഇടുവാ, ക്യാമറക്ക് നോക്കൂ, വാ. എന്റെ മുഖമൊക്കെ എന്റെ വെളുത്തിട്ടുണ്ട് പറയും, കറുത്തിട്ടുണ്ട്. എന്താ സുജമ്മ വെളുത്തിട്ടുണ്ട്, വെളുത്തിട്ടില്ലേ? സെറ്റ് അല്ലേ? സെറ്റാണ്. അവർക്ക് തേച്ചട്ടെ? എനിക്കൊന്നും വേണ്ട, ഞാൻ തേക്കാതെ തന്നെ വെളുക്കും വീട്ടിലിരുന്നാല്. ഇൻസ്റ്റന്റ് അമ്മ പറയാ ഇതൊക്കെ ആരെങ്കിലും മൊബൈലിൽ ഇടുവോ വിനോ? ഇരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കും, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. എനിക്കത് പറയാൻ കിട്ടൂല, അത് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയും. എന്തായാലും സപ്പോർട്ട് ചെയ്യണം എന്റെ കുട്ടിക്ക് എല്ലാരും കൂടിയിട്ട്. അതെ, അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ ഗൈസ്. ബൈ ബൈ. അതെ.